കൊടും ക്രൂരമായ കൊലപാതകത്തിന് 23-കാരനായ അഫാനെ പ്രേരിപ്പിച്ച മനോനില എന്താകും? കൊന്നതും കൊല്ലാൻ ശ്രമിച്ചതും ഉറ്റ ബന്ധുക്കളെ എന്നതിനപ്പുറം ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ഇരകളെ ഓരോരുത്തരെയായി പീഡിപ്പിച്ചു കൊല്ലുന്ന രീതിയാണ് അഫാന്റേത്. കൊന്നതും കൊല്ലാൻ ശ്രമിച്ചതും ഉമ്മയെയും അനിയനെയും ഉമ്മുമ്മയും പ്രിയ കൂട്ടുകാരി അടക്കം അഫാന് ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊലയ്ക്ക് കണ്ടെത്തിയ വഴിയാണ് അതിലും ക്രൂരം. ചിറ്റിയിൽ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട്. കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ. മറ്റേ പയ്യന്റെ കണ്ണ് ഒരു കണ്ണില്ല, ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിരിപ്പുണ്ട്, ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്തുപോയി. സാമ്പത്തികവും വൈകാരികവുമായ കാരണങ്ങളാൽ ഉറ്റവരെ കൊല്ലുന്ന സംഭവങ്ങളിൽ സാധാരണ ഇത്ര അതിക്രൂരമായ കൊലപാതക രീതി അപൂർവമാണ്. കൂട്ട ആത്മഹത്യയും പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇരയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന കൊലപാതക രീതി സാധാരണമല്ല. എന്നാൽ ഇവിടെ ഇരകളെ പരമാവധി പീഡിപ്പിച്ചു കൊള്ളുന്ന രീതിയാണ് അഫാൻ സ്വീകരിച്ചത്. ഇരകൾ പിടഞ്ഞു മരിക്കുന്നത് കാണുന്നതിൽ ഉന്മാദം കണ്ടെത്തുന്ന മനോനിലയുള്ള കൊടും കുറ്റവാളികളുണ്ട്. സമാന മാനസികാവസ്ഥയിലാണ് അഫാനുമെന്ന് വേണം കരുതാൻ. തലക്കടിച്ച് രക്തവും മാംസവും തെറിച്ച് ഇര മരണവെപ്രാളത്തിൽ പിടഞ്ഞു മരിക്കുമ്പോഴും അത് കണ്ട് ആസ്വദിച്ച് വീണ്ടും അടുത്ത സ്ഥലത്തെത്തി മറ്റുള്ളവരെ സമാനമായ രീതിയിൽ കൊല്ലുന്നു. ആദ്യ കൊല നടത്തിയ രാവിലെ 10 മണി മുതൽ അവസാന കൊല നടത്തിയ വൈകുന്നേരം 4:30 വരെ ഈ മാനസിക നിലയിൽ തന്നെ തുടർന്നു എന്നതും പ്രധാനമാണ്. ഇത്തരമൊരു മാനസിക നിലയിലേക്ക് അഫാൻ എന്ന ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത 23-കാരനെ എത്തിച്ച കാരണങ്ങളാണ് പോലീസ് തേടുന്നത്. പോലീസ് കാണുന്ന സാധ്യതകൾ ഇവയാണ്. 1. രാസലഹരിയുടെ ഉപയോഗത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക മാനസിക നില. 2. രക്തവും മാംസവും തെറിപ്പിച്ച് ഇരയുടെ മരണവെപ്രാളം കണ്ട് ആസ്വദിച്ച് കൊല നടത്തുന്ന പ്രത്യേക മനോനില. 3. നേരത്തെ ഉള്ളിലുണ്ടായിരുന്ന മനോനില മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ പുറത്തു വന്നത്. സാമ്പത്തിക വിഷയങ്ങളും പെൺസുഹൃത്തിനെ വീട്ടിൽ കൊണ്ടുവന്നതിനെ എതിർത്തതുമൊക്കെ ഈ മനോനിലയിലേക്ക് സാധൂകരണം കണ്ടെത്താനായി പ്രതി സ്വയം കണ്ടെത്തിയ കാരണങ്ങൾ മാത്രമാകാം. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനും മാനസിക നില പരിശോധിക്കാനും കഴിഞ്ഞെങ്കിലേ ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കണ്ടെത്താനാകൂ. ക്രൈം ബ്യൂറോ, ന്യൂസ് 18. സ്വന്തം വീട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള പിതൃ സഹോദരന്റെ വീട്ടിലെത്തി കൊടും ക്രൂരതയാണ് പ്രതി നടത്തിയത്. കൊലപാതകം അയൽവാസികൾ അറിയുന്നത് തന്നെ പോലീസ് സംഘം അന്വേഷിച്ചു വന്നപ്പോഴാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്താണ് 3 ഇടങ്ങളിലായി പ്രതി അഫാൻ 5 പേരെ കൊലപ്പെടുത്തിയത്. ആദ്യം കൊലപ്പെടുത്തിയത് പിതാവിന്റെ മാതാവിനെ. അത് പാങ്ങോടായിരുന്നു സംഭവം. പിന്നീടെത്തിയത് ഇവിടെ പിതാവിന്റെ മൂത്ത ജ്യേഷ്ഠൻ അബ്ദുൽ ലത്തീഫും ഭാര്യ സാജിദയും താമസിക്കുന്ന വീട്ടിലേക്ക്. ഇത് യസൻ പുരം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഈ വീട്ടിൽ കൊലപാതകം നടക്കുമ്പോൾ പരിസരത്തുള്ള ആരും അതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ വീടിന് തൊട്ടടുത്ത ഒഴിഞ്ഞ പറമ്പാണ്. പിന്നെ അടുത്തുള്ള ഒരു വീടാണ്. അവിടെയും വൃദ്ധരായ ആൾക്കാരാണ് താമസിക്കുന്നത്. എന്നാൽ ഈ വീടിന്റെ മുൻവശത്തെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ വീടുകളോ മറ്റ് കെട്ടിടങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്നൊരു നിലവിളി ഉയർന്നാൽ, ബഹളം കേട്ടാൽ പെട്ടെന്ന് ആരെങ്കിലും ഓടിയെത്താൻ ഇല്ല. ഇത് തന്നെയാണ് ഈ കൊലപാതകി ഇവിടെ എത്തുമ്പോൾ കൊല നടത്തുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യമായി മാറിയതും. മാത്രമല്ല 23-കാരനായ ബന്ധു വീട്ടിലേക്ക് വരുമ്പോൾ അത് കൊല നടത്തുന്നതിന് വേണ്ടിയാണെന്ന് ഈ വീട്ടുകാർ ധരിച്ചിരുന്നതുമില്ല. ഈ വീട്ടിലേക്ക് എത്തി ഹാളിലാണ് ലത്തീഫിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്ത് 20ഓളം മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അതായത് ചുറ്റിക കൊണ്ടാണ് മുഖത്തടിച്ചത്. നെഞ്ചിന് മുകളിൽ തലയ്ക്ക് ക്ഷതമേറ്റായിരുന്നു മരണം. ഇതേ രീതിയിൽ തന്നെയാണ് സാധ്യതയും കൊല്ലപ്പെട്ടത്. നെഞ്ചിന് മുകളിൽ തലയ്ക്ക് അടിയേൽക്കുകയായിരുന്നു. നിരവധി തവണ ഇത്തരത്തിൽ അടിയേറ്റു. ഈ വീടിന്റെ ഹാളിൽ സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു അബ്ദുൽ ലത്തീഫിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അടുക്കളയിലായിരുന്നു സാജിദയുടെ മൃതദേഹവും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് പിന്നീട് അന്വേഷണ സംഘം കൊണ്ടുപോവുകയും ചെയ്തു. സന്തോഷ് മണക്കാടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.